ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മർദാകം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മർദാകം തീർത്തിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഇന്നത്തെ വേദഭാഗത്ത് പരീശന്മാരും ഹെരോദ്യരും ചേർന്ന് യേശുവിനെ ഒരു ചോദ്യത്തിലൂടെ കുടുക്കുവാൻ ശ്രമിക്കുന്നു. അവർ ചോദിക്കുന്നത് സീസറിന് നികുതി കൊടുക്കുന്നത് വിഹിതമോ എന്നാണ്. അതെ എന്ന് പറഞ്ഞാൽ യഹൂദർ വിരോധം കാണിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ റോമൻ ഭരണകൂടം കുറ്റം ചുമത്തും. എന്നാൽ യേശു ഒരു നാണയം ചോദിക്കുകയും ആ നാണയത്തിലെ രൂപവും മേലെഴുത്തും കാണിച്ച് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് മറുപടി നൽകുന്നു. ഈ വചനത്തിൽ 2 പ്രധാന സത്യങ്ങൾ കാണുന്നു. ഒന്ന്, ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ. ക്രിസ്ത്യാനികൾ സമൂഹത്തിലും രാജ്യത്തിലും ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകണം. നിയമങ്ങൾ പാലിക്കപ്പെടണം, നികുതി നൽകണം, ഭരണകൂടത്തെ മാനിക്കണം. 2, ദൈവത്തിനുള്ളത് ദൈവത്തിന് നൽകണം. നാണയത്തിൽ സീസറിൻ്റെ രൂപമുണ്ടായിരുന്നു, അതുകൊണ്ട് അത് സീസറിന് കൊടുക്കണം. എന്നാൽ മനുഷ്യനിൽ ദൈവത്തിൻ്റെ രൂപമുള്ളതുകൊണ്ട് നാം നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും ദൈവത്തിന് നൽകണം. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും ദൈവത്തിന് നൽകുന്നവരാണോ? നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വിശ്വസ്തരായി ദൈവത്തോടൊപ്പം മനുഷ്യർക്കും നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവവിചാരത്തിൽ വിശ്വസ്തരാകുന്നതോടൊപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളും വിശ്വസ്തരാകുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തോടൊപ്പം അവൻ ഭരമേൽപ്പിച്ച മനുഷ്യരോടും വിശ്വസ്തരാകുവാനും ദൈവകൃപയുടെ വാഹകരാകുവാനും ഈ നോമ്പ് നാളുകളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോടൊപ്പം വിശ്വസ്തരായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധന്യത സമൂഹത്തിൽ പുലർത്തുവാൻ എന്നെ ഈ നാളുകളിൽ ഒരുക്കണം. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.